സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഇതിൽ കേരള പോലീസ് മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ടോ? നേരത്തെ ഇന്ന് രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ ഈ DYSP ഒക്കെ ഈ കുടുംബത്തെ അറിയിച്ചത് അവർ അധിക ദൂരേക്കൊന്നും പോയി കാണില്ല, കോഴിക്കോട് മലപ്പുറത്തൊക്കെ ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ അതല്ല, അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുംബൈയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ കേരള പോലീസ് സംഘം അവിടേക്ക് പോയിട്ടുണ്ടോ? ഔദ്യോഗികമായി മുംബൈ പോലീസിൻ്റെ സഹായം തേടി ഒരു തെരച്ചിൽ, ഒരു പരിശോധനയ്ക്കൊക്കെ വേണ്ട നടപടിയിലേക്ക് പോയിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും, അല്ലേ? വിജയകുമാർ, നിലവിൽ കേരള പോലീസ് സംഘം മുംബൈയിലോട്ട് പോയിട്ടില്ല. കാരണം വൈകുന്നേരം വേറെ വൈകി മാത്രമാണ് മുംബൈയിലുള്ള കാര്യം സ്ഥിരീകരിക്കാനായത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെയോട് കൂടി തന്നെ അങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഉടൻ തന്നെ രാവിലെ തന്നെ അങ്ങോട്ടേക്ക് തിരിച്ച് വിശദമായ തിരച്ചിൽ നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ കേരള പോലീസ് ഉള്ളത് എന്നുള്ളതാണ്. താനൂർ DYSP ആണ് ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ളത്. അദ്ദേഹവുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടികൾ മുംബൈയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഒന്നോടുകൂടിയാണ് പോലീസ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്ന യാത്ര ചെയ്ത യുവാവായ ഈ റഹീം അസ്ലമിനൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിലേക്കും പോകുന്നുണ്ട്. കാരണം യുവാവിനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ളതാണ് ഈ പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതോടൊപ്പം തന്നെ യുവാവുമായി പോലീസ് വിശദമായ ആശയവിനിമയം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തെരച്ചിലിന് കൂടുതൽ ഗുണകരമാകും എന്നുള്ളതാണ് നിലവിൽ ഈ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പെൺകുട്ടികൾ മുംബൈയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 16 വയസ്സ് മാത്രമുള്ള 2 പെൺകുട്ടികളാണ്. ഇവർ ഇങ്ങനെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേർ മാത്രം എത്ര നേരം ഇങ്ങനെ ചിലവഴിക്കും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഇന്ന് മടങ്ങുമോ, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസും കൃത്യമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. ഈ റഹീം അസ്ലമുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ റഹീം അസ്ലം പറഞ്ഞത് ഈ പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ കൂടെ പോയത്. പലതവണ പെൺകുട്ടികളോട് റഹീം അസ്ലമിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ അദ്ദേഹം മുംബൈയിലുള്ള മലയാളി ആണോ അതോ ഇവരോടൊപ്പം നാട്ടിൽ നിന്ന് പോയ ആളാണോ? എങ്ങനെയാണ് ഇവർക്ക് ഈ റഹീം അസ്ലമിന് ഈ പെൺകുട്ടികളെ അറിയാവുന്നത്? ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരിചയത്തിന് അപ്പുറത്ത് എന്തെങ്കിലും പരിചയമുണ്ടോ? അത്തരം ചോദ്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഒരു ദുരൂഹ ഒരു ക്യാരക്ടർ എന്ന ആ മട്ടിൽ ആണോ നമ്മൾ ഈ റഹീം അസ്ലമിനെ കാണേണ്ടത്? അതിനപ്പുറത്തേക്ക് അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ കുട്ടികളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഞാനും പങ്കാളിയാണ്, എന്ത് വിവരം കിട്ടിയാലും കൈമാറാം എന്നൊക്കെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണൊന്നും ഇപ്പോൾ ഓഫ് അല്ല എന്നും ഇപ്പോൾ ശ്രീനാഥ് സൂചിപ്പിക്കുകയായിരുന്നു. വിജയകുമാർ, റഹീം അസ്ലം മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ്. അയാൾ കോഴിക്കോട് നിന്നാണ് ഈ പെൺകുട്ടികളോടൊപ്പം യാത്ര ആരംഭിച്ചത് എന്നാണ് ഈ റഹീം അസ്ലം പറയുന്നത്. ഇവരെ പെൺകുട്ടികളുമായി അടുത്ത സൗഹൃദ ബന്ധമുണ്ടെന്നും ഈ റഹീം അസ്ലം പറയുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടികൾ യുവാവിനോട് ഇങ്ങനെ മുംബൈയിലോട്ട് അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങുന്ന കാര്യം പറയുന്നത്. അങ്ങനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ പിന്തിരിക്കാൻ തയ്യാറാവാതെ വന്ന സാഹചര്യത്തിലാണ് പെൺകുട്ടികളുടെ സുരക്ഷയും അവരുടെ പ്രയാസവും ഇല്ലാതിരിക്കാൻ വേണ്ടി കൂടെ പോയത് എന്നുള്ളതാണ് ഈ യുവാവ് പറയുന്നത്. ഇപ്പോൾ പോലീസുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തി വളരെ കൃത്യമായി ഈ അന്വേഷണ സംഘത്തിന്റെ ഒപ്പം തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് നിലവിൽ യുവാവ് പറയുന്നത്. ഈ പെൺകുട്ടികൾ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്നെ ബന്ധപ്പെടുമെന്നും ഈ യുവാവ് വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ, അപ്പം അതിനുശേഷം ഈ മുംബൈയിലേക്ക് പോയി അത് കഴിയുമ്പോഴേക്കും റഹീം അസ്ലമിന്റെ ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടികൾ എവിടേക്കോ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? വിജയകുമാർ, കോഴിക്കോട് നിന്ന് മുംബൈ സിറ്റി വരെയാണ് ഈ പെൺകുട്ടികളും യുവാവും ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. മുംബൈ സിറ്റിക്ക് അടുത്തുള്ള ഈ ഫുഡ് സ്ട്രീറ്റിന് സമീപത്ത് നിന്നാണ് ഈ പെൺകുട്ടികളിൽ നിന്നും യുവാവ് വേർപിരിഞ്ഞ് മറ്റൊരു വഴിയിലേക്ക് അല്ലെങ്കിൽ പിന്തിരിഞ്ഞ് പോരുന്നത്. ആ ഒരു സമയത്ത് പെൺകുട്ടികൾ നേരെ സലൂണിലേക്കാണ് പോയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സലൂണിൽ വെച്ചാണ് ഈ സലൂൺ ഉടമയുടെ മൊബൈൽ ഫോണിൽ നിന്നും പെൺകുട്ടികൾ യുവാവിനെ ബന്ധപ്പെടുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ പെൺകുട്ടികളും ഈ യുവാവും പിന്നീട് ഈ സലൂൺ ഉടമയും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് യുവാവിനോടൊക്കെ തന്നെ സലൂൺ ഉടമ പറയുന്നുണ്ട് ഇവർ ഏറെ ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ തന്നെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അവരെ അവിടെ പിടിച്ചു നിർത്തും. താൻ അങ്ങോട്ട് ഈ സലൂണിലോട്ട് വരാം, ലൊക്കേഷൻ അയക്കുമെന്നൊക്കെ ഈ സലൂൺ ഉടമയോട് ഈ റഹീം അസ്ലം പറയുന്നു. അങ്ങനെ സലൂൺ ഉടമ ഈ ലൊക്കേഷനൊക്കെ തന്നെ അയച്ചു നൽകുന്നു. അങ്ങനെ ഈ റഹീം അസ്ലം എത്തുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടികൾ അവിടെ നിന്ന് പോയിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. 5000 രൂപയിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ ഈ സലൂണിൽ മുടി മുറിക്കുന്ന അടക്കമുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടത്. അവിടെ പറഞ്ഞിരുന്നത് ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരാളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മുംബൈയിൽ എത്തിയത് എന്നുള്ളതായിരുന്നു സലൂൺ ഉടമയോട് ഈ പെൺകുട്ടികൾ പറഞ്ഞത്. പിന്നീട് അവിടെ നിന്നും വേഗം പോവുകയും ചെയ്തു. ആ സലൂണിൽ നിന്നും ചിത്രീകരിച്ച ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് വളരെ വേഗം എസ്കേപ്പ് ആവണം എന്നൊക്കെ തന്നെ പെൺകുട്ടികൾ പറയുന്നതും. സമീർ, ഇപ്പോൾ ഈ റഹീം അസ്ലം ഈ കുട്ടികളെയും കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം മുംബൈ വരെ യാത്ര ചെയ്തു. ഇവർ വീട് വിട്ടിറങ്ങുകയാണ്. വീട്ടിലെ ചില പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ അവരുടെ കൂടെ ഇദ്ദേഹം യാത്ര ചെയ്തു. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അവരങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലതല്ല എന്ന് അവരോട് പറഞ്ഞു. പക്ഷേ പിന്നീട് അവരുടെ യാത്രയ്ക്കൊപ്പം അദ്ദേഹവും പോയി എന്ന് പറയുന്നു.
ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയോ അതിൽ നിന്ന് ആ മട്ടിൽ പിന്തിരിപ്പിക്കാനോ ഒന്നും അദ്ദേഹം തയ്യാറായില്ല എന്നതൊക്കെ വലിയ ദുരൂഹമായി നിൽക്കുന്നുണ്ടല്ലേ ഇപ്പോൾ. അങ്ങനെ ഈ നിങ്ങൾ വീട് വിട്ടിറങ്ങണ്ട എന്ന് പറയുക അല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരമൊരു നീക്കം ഈ കുട്ടികൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ബന്ധുക്കളെ അറിയിക്കുകയോ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്കൂളിൽ അറിയിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ബാധ്യത ഇത് അറിഞ്ഞ ഒരാളെന്ന നിലയിൽ ഈ റഹീം അസ്ലമിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ലെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ചുരുങ്ങിയ വിവരത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. അങ്ങനെ തന്നെയാണ് വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിലപ്പുറം കാര്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല എന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താം. കാരണം പോലീസിനെ അറിയിക്കുകയോ അതല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാരെ അറിയിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. വളരെ അത്രയും സൗഹൃദ ബന്ധത്തിന്റെ പുറത്താണ് കൂടെ പോയതെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവിക സംശയങ്ങളാണ് നിലനിൽക്കുന്നത്. പക്ഷേ അത് നമുക്ക് എത്രത്തോളം ഈ യുവാവ് പറയുന്ന എത്രത്തോളം സത്യമാണ്, മാത്രമല്ല ഇത്തരം സംശയങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പോലീസ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തുന്നു, ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം പോലീസ് നടത്തുന്നു. കൃത്യമായ ആശയവിനിമയത്തിലൂടെ ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ആദ്യഘട്ടങ്ങളിൽ കോഴിക്കോടും തിരൂരൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിലെങ്കിൽ ഇപ്പോൾ മുംബൈയിലോട്ടുള്ള മലയാളി പ്രവർത്തകരുമായൊക്കെ തന്നെ കൂടിയാലോചിച്ചുകൊണ്ടും അവരുടെ സഹായത്തോടു കൂടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. നാളെ രാവിലെ തന്നെ ഈ അന്വേഷണ സംഘം നിലവിൽ മുംബൈയിലോട്ട് തിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. വിജയകുമാർ. ശരി സമീർ, അല്പസമയത്തിനകം ഇതിൽ പോലീസിന്റെ ഒരു വിശദീകരണം കൂടി സമീർ ലഭ്യമാക്കും.